ഹലോ ഗൈസ്, അങ്ങനെ ഒരു പുതിയ വ്ലോഗുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ കുറേ നാളായി കാണാൻ ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷൻ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു യൂഷ്വൽ ഡേ പോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ്. ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ് കയറി നോർമലി പോണ പോലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി ഒരു ഈവനിങ് ടൈമിലേക്ക് ഞാൻ ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തത്. ഒരു KSRTC ബസ് പിടിച്ചു നേരെ വിട്ടു കുളനടയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തും, ബാക്കിയുള്ളവർ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തിരുവല്ല ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞു വീണ്ടും മുന്നോട്ട് കുറേ യാത്ര ചെയ്തു. ഒരുപാട് കാണാത്ത കാഴ്ചകളും കാണാത്ത സ്ഥലങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലമൊക്കെ ഞാൻ കാണുന്നത്. ഒരുപാട് ഞാൻ ആസ്വദിച്ചു. പക്ഷേ ശരിക്കും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് ഞാൻ പകുതിക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ KSRTCയിലുള്ള യാത്ര അത് വേറൊരു വൈബ് തന്നെയാണ്. അതും ഫ്രണ്ട് സീറ്റിലിരുന്ന് കാഴ്ചകളെല്ലാം കണ്ടുപോകണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ആരോഗ്യ നികേതനം, കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കാണിത്. ഡോക്ടർ വിജയകുമാർ സാറിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണിത്. ഇവിടെ ഒരു ഓർഡിനറി പാർക്കിനേക്കാൾ ഉപരി നമുക്ക് അറിവും വിജ്ഞാനവുമാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും തന്നെ ലൈഫിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. ഇത്ര നേരം പറഞ്ഞത് എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്കുള്ള എൻട്രി പാസ് വെറും 20 രൂപയാണ്. 20 രൂപയ്ക്ക് ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് 1 ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസ് മാത്രമല്ല, കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ചു പോകാനായിട്ടുള്ളതുണ്ട്. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ചു എന്ന് വേണേൽ പറയാം. ഞാനൊരു 2K കിഡാണ്. അപ്പം 19s കാലഘട്ടത്തിലെ പല കാര്യങ്ങളും എനിക്കൊരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നാണ് ഞാനത് ശരിക്കും എക്സ്പ്ലോർ ചെയ്തത്. പണ്ടത്തെ കാലത്തെ പാത്രങ്ങൾ വരെ അവിടെ എനിക്ക് കാണാൻ പറ്റി. പാത്രം വരെ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഉണ്ടായിരുന്നു. ചില സാധനങ്ങളൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിച്ചു, ഇതെന്തിന് യൂസ് ചെയ്യുന്നതിനാണ്? അപ്പം എന്നെപ്പോലെ കുറേ പേർക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് എന്തായാലും ഇവിടെ ഒരു ദിവസം വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഡെഫിനറ്റ്ലി ഇത് 2K കിഡ്സിന് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുമാത്രമല്ല, കൂടാതെ പല ഡെമോ ഉണ്ടായിരുന്നു അവിടെ. ഇതായിരുന്നു പത്തായത്തിൻ്റെ അകത്ത് കയറി വരെ നോക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എല്ലാം കവർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. തിരിച്ച് നമുക്ക് വരണമല്ലോ. പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ തിരിച്ചിങ്ങി പോകും.